എന്താന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവിടുന്ന് കിട്ടുമെന്ന്. യൂഷ്വലി എനിക്ക് എല്ലാം ഒരു 4-5 ഷോപ്പ് കയറിയിട്ടാണ് എനിക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ഫസ്റ്റ് നമ്മള് എനിക്കൊന്ന് വെഡിങ് പർച്ചേസിന് വേണ്ടി കയറി ഫസ്റ്റ് ഷോപ്പായത്. കൂടുതൽ കറങ്ങേണ്ടി വന്നില്ല ഗൈസ് ഞങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ കയറി ഫസ്റ്റ് തന്നെ നമുക്കെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ആംഗിൾ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അല്ലേ? നമ്മളെ ക്യാമറ ആംഗിൾ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാറിൽ. അപ്പൊ കാറിൽ ഇനി നമ്മൾ പിടിച്ചുകൊണ്ട് പോവില്ല, ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. കംഫർട്ടായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ആ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാം. ഫോണ് വീണാൽ തീർന്നു, പിന്നെ ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ? നമ്മൾ കാറിൽ എത്തിയല്ലോ. നമുക്ക് കാർ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാക്കിയാലോ? നമ്മള് ഫുൾ ടൈം നമ്മൾ ഇറങ്ങുമ്പോ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ കേറി ഇരിക്കുമ്പോ നമ്മളൊരു തിരക്കിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ ആകെ നമ്മുടെ കംഫർട്ട് പ്ലേസ് കിട്ടുന്നത് നമ്മളെ കാറിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് നോയ്സ് കുറവാണ്, സംസാരിക്കാൻ നല്ലൊരു സമയം, സ്പോട്ട് എല്ലാം കാറിലാണ് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോ ഇതാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. എന്താ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇന്ന് കുറച്ച് അലച്ചിലാണ്. നമ്മള് കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലേ നിങ്ങൾക്ക്? നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ? നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഒക്കെ നമ്മൾ പതിയെ സ്റ്റാർട്ട് ചെയ്യാണ്. സമയമായി ഓൾറെഡി അതെ, സമയമായി വരുന്നു. അപ്പോ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഒരു ഫ്ലോയിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നല്ല ഓട്ടോ ആയിരിക്കും, അത് നമുക്ക് എന്തായാലും കുറച്ച് റഷ് ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് പതിയെ ഒന്ന് തുടങ്ങാന്ന് ഓർത്തു. അപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് എന്താ നോക്കേണ്ടത് നിങ്ങൾക്ക്? വെഡിങ് ഡ്രസ് എന്തേലും എവിടെ പോയി നമുക്ക് നല്ല കിട്ടുമെന്നൊന്ന് നോക്കിയിട്ട് വരാം. 2-3 ഷോപ്സ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോവാന്നാണ് ഇന്ന് നമ്മുടെ പ്ലാൻ അല്ലേ? കൊച്ചിയിൽ തന്നെയല്ല, ബിക്കോസ് നമ്മൾ വേറെ കുറച്ച് ഓൺലൈൻ നോക്കിയപ്പോ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കണ്ടു. അത് നമുക്ക് പോയി ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു 2 hours ഒക്കെ നമുക്ക് ഇവിടുന്ന് പോവാനുണ്ട്. അപ്പൊ നമ്മൾ അടുത്തുള്ളത് നോക്കാന്ന് ഓർത്തു. അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഇന്ന് പോവാണ് നമ്മള്. വലിയ ഐഡിയ ഇല്ല, എല്ലാവർക്കും ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ കല്യാണം കഴിക്കുന്നത്. ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് ഗൈസ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞങ്ങള് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കാന്ന് ഓർക്കുന്നു. കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു, അതില് വെച്ചിട്ട് കുറച്ച് 2-3 ഷോപ്പ് ഒക്കെ നമ്മള് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാന്നാണ് പ്ലാൻ. അതിനു മുമ്പ് നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയി. അതിനു മുമ്പ് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതെ, ആ അപ്പോയിന്റ്മെന്റ് അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. ആദ്യം അങ്ങോട്ടേക്ക് പോവാ, അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ആ സാധനമൊക്കെ നോക്കാൻ പോവാ. അപ്പൊ ഇന്നത്തെ ഡേ ഫുള്ളും നമ്മള് കാറിലായിരിക്കും കറങ്ങുന്നത്. മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാം ഗൈസ്. അപ്പൊ സ്റ്റേ ട്യൂൺ, കണ്ടോണ്ടിരിക്കൂ അല്ലേ? അപ്പൊ പോവാ ഗൈസ്. നമ്മൾ ഓൺ ദ വേ ആണ്. ഓൺ ദ വേ ടു എവിടെയോ. ഇത് ഷോർട്ട് കട്ട് അല്ലേ നമ്മൾ കയറിയിരിക്കുന്നത്? അതെ, ഇത് ഷോർട്ട് കട്ടാണ്. ഇത് നേരെ ഈ റോഡ് നേരെ പോയി കയറുന്നത് നമ്മള് പടമുകൽ ജംഗ്ഷനിൽ പോയി കയറും. ഇത് പാലച്ചോട് നിന്ന് പടമുകൽ പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഗൈസ്. അതിലെ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പടമുകളിലാണ് പോകേണ്ടത്. സോ അതുകൊണ്ട് കറക്റ്റ് ഈ വഴി പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അല്ലെങ്കിൽ കാക്കനാട് കയറി പോകുന്നത് കുറച്ചും കൂടെ ലോങ് ആണ്. നമ്മൾ ഇതിലേക്കൂടെ കയറി. ഇന്നലെ നമ്മൾ പോയ വഴി ഇത് തന്നെയാണോ? ഇന്നലെ നമ്മൾ പോയത് ഇതല്ല. ഇന്നലെ നമ്മൾ വെന്നര സൈഡല്ലേ പോയത്. ഇന്നലെ അത് കടവന്ത്ര, അത് വേറെയാ. ഈ വഴി ഇതുപോലത്തെ വഴി ഞാൻ പോയിട്ടില്ല അധികം. അത് കുറച്ച് ചെറിയ വഴി, നല്ല റൂട്ടാ, വലിയ തിരക്കില്ല. പക്ഷെ നീ എങ്ങോട്ടേക്കാണ് കേറിയത് ഞാൻ കണ്ടില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല ഈ റോഡ്. ഇത് നമ്മൾ കൊറേ പ്രാവശ്യം ഇതിലെ കൂടെ വന്നിട്ടുണ്ട്, നീ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിലെ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മള്. ഇന്നലെ അല്ല, മിനിഞ്ഞാന്നോ കൊറേ പോയിട്ടുണ്ട് നമ്മള്. സാധാരണ നമ്മള് മറ്റേ വഴി. ഓക്കെ, മനസ്സിലായി. നമ്മള് യൂഷ്വലി വരുന്ന വഴി. അത് എവിടെ പോകുന്നു? ചാടിക്കളിച്ച് പോവാണല്ലോ. ഓട്ടോമാറ്റിക് ഫ്ലാഷ് ഓൺ ആയതാ, ഇരുട്ടായതുകൊണ്ട്. ഓക്കെ, നമ്മളെ സ്ഥലത്തെത്തി ഗൈസ്. ഇന്ന് തിരക്ക് കുറവാന്ന് തോന്നില്ലേ? അല്ല, സാധാരണ നമ്മൾ വീക്ക് ഡേയ്സാണ് വരിക നിങ്ങൾക്ക് നോക്കാൻ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ തിരക്കില്ല, ആരുമില്ല.
നേരെ തിരിച്ചാണ് വരേണ്ടത്. പക്ഷേ നമ്മളെ എന്തിനാ വന്നേ ഇങ്ങോട്ടേക്ക്? ഗൈസ്, നമ്മളെ പരിപാടി കഴിഞ്ഞു. നമ്മളൊരു സ്കിൻ കെയർ ഡോക്ടറിനെ കണ്ടു. ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഈസ് ഫുഡ് ഗൈസ്. നമ്മൾ ഇറങ്ങാന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് ഇറങ്ങിയത്. എന്തായാലും ഇപ്പോൾ 1 മണിയായി. എന്നാൽ ഇനി അവിടെ പോയാൽ നമ്മൾ കഴിക്കാണ്ട് വിശന്ന് ചാവും. അപ്പം അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാം. വിശക്കാൻ തുടങ്ങി. നമുക്ക് രാവിലെ കഴിച്ചത് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ മിഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. സോ അതുകൊണ്ട് കുറച്ച് സീനാണ് ഗൈസ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പ് കണ്ടുപിടിക്കാം അല്ലേ ഇന്ന്? വേണോ? നമ്മൾ പോകുന്ന സ്ഥിരം ഷോപ്സ് ഒന്നും ഇല്ല. നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാന്നാണ് ഇനി. ഈ ചേട്ടൻ കയറ്റി വെച്ചു. ഒന്നാമത് ഇവിടെ മെട്രോയില് പണി നടക്കുന്നതുകൊണ്ട് തിരക്കാണ്. റോഡ് ഫുള്ളും ചളിയാണ്. വണ്ടി ഫുള്ളും അലമ്പാവുന്നുണ്ട്. എന്നാ നമ്മളിനി ഏതാ നിനക്കറിയാവുന്ന ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ? ആദ്യം നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത് പാലാരിവട്ടം, കലൂർ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതിൽ എവിടെയും എന്താ കഴിക്കാൻ തോന്നുന്നത് നിനക്ക്? എനിക്ക് നല്ല മീൽസും ഫിഷ് ഫ്രൈയും, നല്ല കാട വറുത്തത്, കാടയല്ല, നല്ല ഫിഷ് ഫ്രൈ, കക്ക ഫ്രൈ, അല്ലെങ്കിൽ ചെമ്മീന്റെ ഫ്രൈ, റോസ്റ്റ്, ഡീപ് ഫ്രൈ ചെയ്ത ചിക്കൻ. ഡീപ് ഫ്രൈ ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ അല്ലേ? അത് വേറെ ടേസ്റ്റ് അല്ലേ? അതെ, ഡീപ് ഫ്രൈ നല്ല എണ്ണയിൽ മുക്കി പൊരിച്ച ചിക്കൻ, അങ്ങനെയൊക്കെ ഇവക്ക് കഴിക്കാൻ തോന്നുന്നത്. പക്ഷെ അന്ന് തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ കിട്ടണമെങ്കിൽ ഒരു ഷോപ്പ് നമ്മൾ തപ്പിക്കണ്ടുപിടിക്കണം. സാധാരണ എനിക്കൊന്ന് പാലാരിവട്ടം മറ്റേ ചേച്ചിമാരുടെ കടയുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം പോയി. എന്നാൽ അന്ന് ആ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അത് നമ്മൾ സൺഡേ പോയത്, അതുകൊണ്ടാണ് ക്ലോസ്ഡ് എന്ന് തോന്നുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അവിടെ നല്ല ഇതുപോലത്തെ സാധനങ്ങൾ, നല്ല ഫുഡ് കിട്ടും. നല്ല ഫുഡ് കിട്ടും അല്ലേ? അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയാം. അവിടെ കുറച്ചും കൂടെ നല്ല നാടൻ വീട്ടിലെ ഊണ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങോട്ട് പോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തപ്പണം? വേറെ എന്താ നിനക്ക് എന്തെങ്കിലും അറിയാവുന്ന സ്പോട്ട് ഉണ്ടോ? അതെ, നമ്മൾ കാക്കനാട് ഏരിയയിൽ മാത്രം ഫുഡ് അങ്ങനെ കറങ്ങി കഴിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലഞ്ചിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ടൊന്നും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോവാറില്ല. അത് നമുക്ക് അറിയില്ല. സോ നല്ല ഇതുപോലത്തെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ എറണാകുളത്ത് മറ്റേ പാലാരിവട്ടം, കലൂർ, MG റോഡ് ആ ഏരിയയിലുണ്ടെങ്കിൽ ആരെയിലുണ്ടെങ്കിൽ അറിയാവുന്നവര് കമന്റ് ചെയ്യൂ ഗൈസ്. ബൈക്കില് കുറച്ചും കൂടെ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാണിക്കാം ഗൈസ്. പോവാം. നമ്മൾ സ്റ്റേഡിയത്തിന്റെ അവിടെ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവിടെ നോക്കുമ്പോ ഫുള്ള് മരമൊക്കെ വെട്ടിച്ചിട്ടുണ്ട്. ഇത് 2 സൈഡ് റോഡുണ്ട്. അതിലൊരു സൈഡ് ക്ലോസ് ചെയ്ത് ഫുൾ മരമൊക്കെ വെട്ടി. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് ലൈൻ ഒക്കെ ഉണ്ടെന്ന്. സോ അതുകൊണ്ടാണ് ആ റോഡ് ക്ലോസ് ചെയ്ത്. മേ ബി കുറച്ച് നന്നാക്കുമായിരിക്കും. എന്തെങ്കിലും പുതിയ ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ടാവൂല്ലേ? പഴയതാ ഇതെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സ്ഥലമൊക്കെ ഇത് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോ നമ്മൾ കണ്ടല്ലേ, ഇതില് കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സൈഡില് തിണ്ടിരിക്കാൻ കണ്ടോ? പക്ഷെ അതൊക്കെ ഒട്ടും വൃത്തിയാക്കാണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരിക്കാൻ നോക്കിയിട്ട് എനിക്കാണ് ഒരു സ്ഥലത്തും ഇരിക്കാൻ തോന്നുന്നില്ലായിരുന്നു. നമ്മള് സ്റ്റേഡിയത്തിന് അവിടെ ഉള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് ഷോപ്പാ എന്താന്നൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം. ആ ഷോപ്പ് ഉണ്ടോന്ന് ആദ്യം നമ്മൾ പോയി നോക്കാം. നമ്മളൊരു വീഡിയോ കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് അവിടെ നമുക്ക് പോയിട്ട് കാണാം ഏത് ഷോപ്പ്. ആ ഷോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എല്ലാം കാണിക്കാം. അവിടെ നിന്നായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതാ അത് വേണ്ട, നമുക്ക് ഇത് തന്നെ എടുക്കാം. ഹാർബർ നമ്മൾ കാക്കനാട് ഉണ്ടായിരുന്ന ഷോപ്പാണ്. ഗൈസ്, നമ്മളെ കട കണ്ടുപിടിച്ചു. ഹാർബർ കിച്ചനാണ്. ഹാർബർ കിച്ചണിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ഇവിടെ സീ ഫുഡ് കുറേ കിട്ടുമെന്നാണ് നമ്മൾ കണ്ടത് വീഡിയോയിൽ. ചോറൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഹാർബറിലെ മെനു ഇതാണ്. നമ്മൾ ഫുഡ് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടത് അല്ലേ? നമ്മൾ ഓർഡർ ചെയ്തത് 2 നോർമൽ മീൽസും ഒരു കക്ക
ഒരു കക്ക റോസ്റ്റ്. ആ അതും നോർമൽ മീൻസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഫിഷ് കറി മീൻസിന്റെ കൂടെ അവര് കേര കറിയാ പറഞ്ഞത്. കേര നമ്മൾ എന്തായാലും കഴിക്കില്ല, രണ്ടുപേരും കഴിക്കില്ല. അപ്പൊ ചുമ്മാ കറി വാങ്ങിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് നോർമൽ മീൻസ് വാങ്ങി. ഒരു കക്ക റോസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല, വീഡിയോ ഹൈപ്പാണോ എന്ന് അറിയില്ല, നമ്മൾ കഴിച്ചൊക്കെ പറയാം. പക്ഷെ വീഡിയോയില് വലിയ നല്ലതായിട്ടാണ് പറഞ്ഞത്, കഴിച്ചു നോക്കാം. പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാ പറഞ്ഞത്. റേറ്റ് കണ്ടിട്ട് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോലെ തോന്നുന്നില്ല. അതെ, റേറ്റ് കുറച്ച് ഉണ്ട് ഗൈസ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോലെ തോന്നില്ല. എനിക്ക് തോന്നുന്നു ഓക്കെയാണ്, നോർമൽ എല്ലായിടത്തും ഉള്ള പോലെ റേറ്റാന്ന് തോന്നുന്നത്. ഈ ചെമ്മീനും പിന്നെ ചെമ്മീൻ റോസ്റ്റിന് ചെമ്മീനുണ്ട്, പിന്നെ കക്ക റോസ്റ്റ് ഉണ്ട്, കൂന്തൽ റോസ്റ്റ് ഉണ്ട്, ചാള, അയലക്കൊക്കെ നോർമൽ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്, 90 രൂപ. ബാക്കി ഒരു കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾക്കാണ് റേറ്റ് കൂടുതൽ. സ്പെഷ്യലായിട്ടുള്ളതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കേ അറിയില്ല നമ്മൾ ഏതൊക്കെ ഫിഷാണ് കഴിക്കാന്ന്. നമ്മൾ ആകെ കുറച്ച് സെലക്റ്റീവ് ഫിഷേ കഴിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വാങ്ങാൻ പറ്റില്ല, നമ്മൾ കഴിക്കുന്ന മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ തന്നെ ചില സമയത്ത് ഏത് 1-2 ഫിഷ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് നമ്മളത് കഴിക്കില്ലെന്ന്. അതാണ് അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു കൊടുത്താലോ? സംഭാരം പോലെ ആയിരിക്കും. അയ്യോ, സംഭാരം ഇപ്പം തരും. അവരറിയാണ്ട് മോരെടുത്ത് കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒഴിച്ച് വെള്ളം കുടിക്കുന്ന പോലെ. എന്തായാലും ഇവളിങ്ങനെ എങ്ങനെയുണ്ട് അത് കണ്ടിട്ട് നല്ല ഫീലുണ്ട്, ആ മോര് കണ്ടിട്ട്. അതാ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞത്. മോരുണ്ടോ നല്ല മുളകൊക്കെ ഇട്ട്, മുളക് ഉള്ളിയൊക്കെ ഇട്ട് നല്ല മോര് കുടിക്കുന്ന നോക്കി. എങ്ങനെയുണ്ട്? നല്ല നല്ല മോരാണ് ഗൈസ്. ഇഞ്ചി ഇട്ടുണ്ടോ? മതി എനിക്കൊക്കെ അമ്മേ. നല്ല സൂപ്പർ സംഭാരം പോലെ ഉണ്ടല്ലേ? സംഭാരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മള് മീൽസ് ഒന്നുമല്ലോ. എന്താ ഞാൻ ഇങ്ങനെ എടുത്തോളാം. ചമ്മന്തി ഉണ്ട്, ഫിഷ് നമ്മളെ കക്ക റോസ്റ്റ് വന്നിട്ടില്ല ഇതുവരെ. സാമ്പാർ അങ്ങനെ നല്ല സാമ്പാർ, പപ്പടം, കക്ക റോസ്റ്റ്. ദിസ് ഈസ് കക്ക റോസ്റ്റ് ഗൈസ്. കക്ക റോസ്റ്റ് കാണാനൊരു നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കക്ക റോസ്റ്റ് എടുക്കാം. സാമ്പാർ ഇപ്പോൾ ഇത്ര മതി. കുറച്ച് സാമ്പാർ എടുക്കാം, ചെറുതായിട്ടൊരു കക്ക റോസ്റ്റ് എടുക്കാം, ഈ കറി അങ്ങോട്ട് കൂട്ടാം, ഈ കറി കൂട്ടാം. ചെമ്മീൻ ചെമ്മീൻ ചമ്മന്തി ഇവിടുത്തെ സ്പെഷ്യലാന്ന് തോന്നുന്നു. കുറച്ച് ചെമ്മീൻ ചമ്മന്തിയും കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാം കൂടെ കൂട്ടി ഒരു കഴിക്കാം. ചെമ്മീൻ ചമ്മന്തി ടേസ്റ്റ് ചെയ്തോ? ചെമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്.
ചക്ക റോസ്റ്റ് നല്ല ചൂടുണ്ട്. ആ വലുതാ. നമുക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് മോരെന്തായാലും നല്ല സൂപ്പർ മോരാണ് ഇവിടുത്തെ. സംഭാരം പോലെയുണ്ട്. എല്ലാവരും വന്ന് ഇവിടുത്തെ മോര് കുടിക്കാം. മോര് വേണ്ട, ഇപ്പോൾ വേണ്ട. ഓക്കെ, ഞാൻ എന്നാൽ കഴിക്കട്ടെ. ഞങ്ങൾ അല്ല അലമ്പാണ് കാണിക്കേണ്ടത്. എന്താ ഇത്? ഇതെന്താ? കൂട്ടി അടിച്ച് പൊളിക്കുന്നുണ്ട് ഇവിടെ. ഇവക്ക് ഇങ്ങനെ പായസം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഇലയിൽ ഒഴിക്കുക, എന്നിട്ട് പപ്പടം മിക്സ് ചെയ്യുക, എന്നിട്ട് പഴം മിക്സ് ചെയ്ത് ഒരു കഴിപ്പുണ്ട്. പഴമൊന്നും കിട്ടിയില്ല പാവം കൊച്ചിന്. എന്നാലും പായസം കിട്ടിയതുകൊണ്ട് ഞാൻ ഇവളുടെ കൂടെ കൂടി ഞാനിത് ഇലയിലിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഗ്ലാസ്സിൽ ഈ കപ്പിൽ കിട്ടുമ്പോൾ അങ്ങനെ കുടിക്കുക ചെയ്യാം. എങ്ങനെയുണ്ട്? അത്ര എത്തിയില്ല. പാലട പായസമല്ലേ വേണ്ടത്? പായസം പാലട വേണം. പാലട ആണെങ്കിൽ കുറച്ചും കൂടെ വൈബായിരുന്നു. ഏലക്ക ഇവർക്ക് ഇഷ്ടമില്ല. കുഴപ്പമില്ല. ഫുൾഫില്ലായില്ലേ മീൽസ്? ഗൈസ്, ഇവിടുത്തെ മോര് ഫുള്ള് തീർത്തു. അതായത് കണ്ടോ, ഇവിടെ ഒന്നുമില്ല. കുറച്ച് മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, ഫുള്ള് ഉണ്ടായിരുന്നത്. അത് ഫുള്ള് കുടിച്ച് തീർത്തിട്ട് കണ്ടോ. അതെ, ഇവിടുത്തെ മോര് ഫുള്ള് തീർത്ത് ഇവളാണ്. എന്തായാലും ഇവർ കാണുമ്പോൾ നമുക്ക് ഓടിയേക്കാം. ഞാൻ ഒരു പകുതി കുടിച്ചോളൂ. അത് കുറച്ച് കഴിഞ്ഞോ? മതി, എനിക്ക് വേണം. ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. ഇനി ഇത് ഇവരുടെ അടുത്ത് ചോദിക്കാൻ നിന്ന് അവർ ഇത് ഫുള്ള് ഉണ്ടായിരുന്നല്ലേ, ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് ചോദിക്കും. നമുക്ക് അതിനേക്കാളും ബെറ്റർ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. ഇവിടെ നമ്മൾ കോട്ടയം മസീർ വന്നിട്ടുണ്ട് ഗൈസ്. അവിടെ ഇരിക്കുന്നുണ്ടേ. ആളെ ഒന്നും കാണിക്കുന്നില്ല. ആളെ നമ്മൾ മാസ്ക് ഇട്ടിട്ടാണ് വന്നത്. അപ്പം എന്നാലും നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അവർ വീഡിയോ എടുക്കുന്നത് ഇടപെടരുത്. അപ്പോൾ ആളവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ആളൊന്നും വീഡിയോയിൽ കാണിക്കുന്നതല്ല. നമ്മൾ അവരെ പ്രൈവസിയിൽ അതും ഇല്ലാണ്ട് അവർ ചോദിക്കാണ്ട് അവരെ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര തെറ്റാണ്. ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചില്ലേ, നമുക്കിനി ഇറങ്ങാം. ഇറങ്ങാല്ലേ ഗൈസ്? നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇതാണ് നമുക്ക് ആയ ബിൽ എമൗണ്ട് 370. ഇവർക്ക് GST ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം GSTയുടെ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. വെജ് മീൽസ്. പക്ഷെ നോർമലി കഴിച്ചൊരു മീൽസ് കുഴപ്പമില്ല. നല്ല മീൽസ് ആയിരുന്നില്ലേ? അത്യാവശ്യം ഓക്കെയാണ്. നല്ല മീൽസാണ്. 120 രൂപ ഉള്ളൂ. ഡീസൻറ്റ് മീൽസാണ്. നമുക്ക് നല്ലൊരു സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും. വലിയ കറിയെല്ലാം നല്ലതായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം ഒരു മിനിമം ഒരു നല്ലൊരു റേഞ്ചിലായിരുന്നു. അപ്പോൾ നമ്മളൊരു മീൽ സ്പോട്ടും കൂടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇതിൽ കൂടെ പോകുന്നവർ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കയറി കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാല്ലേ? നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു ഗൈസ്. ഇനി നേരെ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത് അതൊക്കെ പതിയെ കാണിക്കാം. നമുക്ക് നേരെ പോവാം. ഷീമാട്ടിയിലേക്കാണ് വന്നേക്കുന്നത്. ഷീമാട്ടി ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. അതെ, എനിക്ക് അത്ര അതിന്റെ ആവശ്യം വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം അറയോ കൂടെ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് അതിന്റെ ആവശ്യമേ വന്നിട്ടില്ല. ഇതുവരെ നീ വന്നിട്ടേ ഇല്ല ഷീമാട്ടിയില്? ഓക്കെ, ഞാൻ 1 ടൈം വന്നിട്ടുള്ളൂ. ഇവർക്ക് എന്താ പാർക്കിങ് കാശ് കൊടുക്കണം? ഷീമാട്ടിന്റെ പാർക്കിംഗ് തന്നെയാണ് എനിക്ക് തോന്നുന്നു. വരുമ്പോ ആ സ്ലിപ്പ് കാണിക്കണം തോന്നുന്നു. അപ്പൊ നമ്മളിവിടെ പാർക്ക് ചെയ്യാം. നല്ല വലിയ പാർക്കിംഗ് സ്പേസ് ആണ്. ബിഗ് പാർക്കിംഗ് സ്പേസ്. ആള് ഗൂഗിൾ പേയുടെ ഇതായിട്ട് വരുന്നുണ്ട്. പേയ്മെന്റ് ചെയ്തോ? പേരൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്നാ നമുക്ക് പോവാം. ഓക്കെ, എന്താ നമ്മള് received a sum of 500 as parking fee to be deducted from Shimati Ernakulam bill of the same date. ഇതിലേം പോവാം. ഷീമാട്ടി എൻട്രി. ഇവിടെ എന്തോ പണി നടക്കുന്നില്ലോ.
അല്ലേ രണ്ടും സെയിം ആയത്. ഇത് ബാക്ക് സൈഡുള്ള എൻട്രി ചെയ്യാൻ തോന്നുന്നു കേട്ടോ. നമ്മൾ എന്താ ഇവിടെ ഫുള്ള് വൈറ്റ് ആൻഡ് എന്തൊക്കെയോ കളറ് കത്തി നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു വർഷം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാ. നമ്മൾ So guys, from the lights of Shimati we got finally അല്ല സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടി. നമ്മൾ കൂടുതൽ തപ്പേണ്ടി വന്നില്ല. നമ്മൾ ഫസ്റ്റ് കേറി ഷോപ്പ് ചെയ്ത് തന്നെയാ. അവിടെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫിക്സ് ചെയ്തു. എവിടെയും കോസ്റ്റ്യൂംസ് കൺഫേം ആയി. അത് ഇനി ഡിസൈൻ ചെയ്യണം. എന്താന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഇവിടുന്ന് കിട്ടുമെന്ന്. യൂഷ്വലി എനിക്ക് എല്ലാം ഒരു 4-5 ഷോപ്പ് കേറിയിട്ടാണ് എനിക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ഫസ്റ്റ് നമ്മള് എനിക്കൊന്ന് വെഡിങ് പർച്ചേസിന് വേണ്ടി കയറി ഫസ്റ്റ് ഷോപ്പ് ആയതെന്ന്. കൂടുതൽ കറങ്ങേണ്ടി വന്നില്ല ഗൈസ് ഞങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിനെ കുറിച്ച് ആലോചിക്കണം, ഡിസൈൻസിനെ കുറിച്ച് എന്തായാലും നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരും. ഇവര് പറയുന്ന ഡിസൈൻസും ലൈക്ക് ഇവിടുത്തെ ഡിസൈനേഴ്സും നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് നോക്കി മൈൻഡ് സെറ്റ് ചെയ്യണമല്ലോ. അതിനുള്ളൊരു ടൈം നമുക്ക് വേണം. അതൊന്ന് വന്നിട്ട് നമ്മളിവിടെ കൺഫേം ചെയ്യും. ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞ് ഇനി കൺഫേം ചെയ്യാൻ വേണ്ടി. സോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു ഗൈസ്. സോ കാണിക്കാം. പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവർക്ക് ഈ ഡിസൈൻസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ഇങ്ങനെ പുറത്തേക്ക് ഇവർക്ക് വീഡിയോ എടുക്കൽ അലൗഡ് അല്ല ഇവിടെ അകത്ത്. അതുകൊണ്ട് കൂടുതൽ അതിൻ്റെ വീഡിയോസൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഓരോ പ്രോസസ്സിൽ കാണാം. ഇനി എൻ്റെ കോസ്റ്റ്യൂമൊക്കെ പതിയെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ പതിയെ സെറ്റ് ചെയ്യാം. അതെന്തായാലും മാക്സിമം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കില്ല നോക്കുന്നത്. ആയിരിക്കും ഇവിടെ നിന്ന്. എന്താ വെച്ചാൽ ഇവിടെ തോന്നിയ പിന്നെ ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് എല്ലാം ഇവർ തന്നെ ഹാൻഡിൽ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. വേറെ ഒന്നുമില്ല. ഇവർക്ക് പ്രൊമോഷനോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ വെഡിങ് ഒക്കെ ഉണ്ട്, എവിടെ പോയിട്ട് എടുക്കണം എന്ന് അറിയാണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ തന്നെ ഓൺലൈനിൽ കുറെ ബൊട്ടീക്സിലൊക്കെ എൻക്വയറി ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് വന്ന ഷോപ്പ് ഇതാണെന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി കുറച്ച് എൻക്വയറീസ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അത് ആ എൻക്വയറി ചെയ്ത ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നി. നിങ്ങളിങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്. എന്നിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വന്ന് നോക്കാം. ഇത് ഓക്കെ ആണ് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. നമുക്ക് തോന്നിയത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അലയേണ്ടി വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ നമ്മൾ ഇതാ ഷീമാട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഗൈസ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഇനി നമ്മൾ പോവല്ലേ? ഇങ്ങനെ പോവാം. നമുക്കൊരു ചായ ഒക്കെ കുടിച്ച് പതിയെ പോവാം. ഞാനൊരു 1 hour മുമ്പേ വിളിച്ചു കോളായി. ഇപ്പൊ തിരിച്ചു വിളിക്കുന്നത് നിന്റെ ചേച്ചിയല്ലേ? എന്താ ഉറക്കമായിരുന്നോ? ഉറക്കം വരുന്നടാ. നല്ല മീൽസ് അടിച്ചു കയറ്റി. മറ്റേ മോരൊക്കെ ഒരു കപ്പ് ഒരു ജാറ് ഫുള്ളുള്ള വെള്ളമല്ല വെള്ളം ലാസ്റ്റ് ഇറങ്ങുമ്പോ കുടിച്ചത്. അപ്പൊ അങ്ങനെ നിറയെ കഴിച്ചിട്ട് പോയിട്ട് നമ്മള് റെസ്റ്റ് എടുത്തില്ല. കറങ്ങിയതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. ക്ഷീണം. ചായ കുടിച്ചിട്ട് ആ ക്ഷീണം മാറ്റാം. ഒരു കോഫി കുടിക്കാം. എന്നാ ഒരു ഓണാവും നമ്മള്. നമ്മള് നമ്മള് കോഫി കുടിക്കാൻ വന്നേക്കുന്ന സ്ഥലം എവിടെ വന്നേക്കുന്ന ഐഡലി കഫേ. മറ്റേ ഗീ പൊടി ഇഡ്ഡലിയൊക്കെ ഉണ്ട് ഇവിടെ. അറിയോ? ഗീ പൊടി ഇഡ്ഡലി, ഗീ റോസ്റ്റ്, മറ്റേ ഗീ പൊടി ഇഡ്ഡലി, അതെ ആ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഇവർ ഒരു കിയോസ്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഇതില്ലായിരുന്നല്ലോ. പ്ലീസ് ഡോണ്ട് യൂസ് BHM അപ്ലിക്കേഷൻ ഫോർ പേയ്മെൻറ്റ്. മീൻസ് UPI യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ ഇത് പേയ്മെൻറ്റ് ചെയ്യാം? അതെന്താ നോക്കണ്ടേ? ടേക്ക് അവേ ഡൈനിങ്, ലെമൺ റൈസ്, വെൺപൊങ്കൽ, നമുക്ക് ദോശ വേണം. ലെമൺ റൈസ് നമ്മൾ മെനഞ്ഞാന്ന് കഴിച്ചത്. യെസ്, ഹോംമെയ്ഡ് ലെമൺ റൈസ്. ഇഡലി, മിനി ഇഡലി, ദാഹി ഇഡലി, ഗീ തട്ട് ഇഡലി, ഗീ പൊടി തട്ട് ഇഡലി. അവിടെ നിന്ന് വേഗം പറഞ്ഞിട്ട് വാങ്ങാം. എന്താ വേണ്ടത്? ദോശയാണോ?
എന്താ ഇത് വട കിട്ടി guys. ഇനി നമുക്ക് കോഫി കൂടെ കിട്ടണം. വെയിറ്റിംഗ് ഫോർ എ കോഫി. ഒരു കോഫി ആക്കുന്നേ ഉള്ളൂ. 5 minutes ആവുമെന്ന് പറഞ്ഞു. എന്ത് ബ്രൗൺ ഷുഗറോ? എന്നാൽ പോലീസ് വെക്കും നിന്നെ. ബ്രൗൺ ഷുഗർ ആണെങ്കിൽ പോലീസ് വെക്കും. നമ്മുടെ നോക്കും എടുത്തോ. ഷുഗർ വേണോ? ഇവിടെ ഇതാണ് ബ്രൗൺ ഷുഗർ. എത്ര ഇടേണ്ടത്? കുറച്ചിട്ടാ പോരെ? ബ്രൗൺ ഷുഗർ കൂടിപ്പോവോ? നിനക്ക് കൂടുതലിടാം. മതി, എനിക്ക് ലൈറ്റായിട്ട് മതി. ബ്രൗൺ ഷുഗറാണ് ഗൈസ് നമ്മൾ ഇട്ടേക്കുന്നത്. ദിസ് ഇസ് ബ്രൗൺ ഷുഗർ, ദിസ് ഇസ് വൈറ്റ് ഷുഗർ, ദിസ് ഇസ് കോഫി, ദിസ് ഇസ് വട, ദിസ് ഇസ് ആതിര. മതി. വടയും കോഫി എടുക്കോ? നീ എടുക്കോ? അപ്പം നമുക്ക് വടയും കോഫിയും കഴിക്കാം. അയ്യോ, കഴിക്കാം. അതെ അതെ. ഫൗണ്ടൈനിൽ അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുക പോകുന്ന പോലെ. അപ്പം ഇതാ നമ്മുടെ വട ആക്കി വെച്ച വടയായിരിക്കും ഇത്. കുറച്ച് നല്ല എരിവുള്ള ഒരു ചട്നിയും. ഇവിടെ അവർ വൈറ്റ് ചട്നിയാണ് തന്നത്, വൈറ്റ് ചട്നി. ഇവിടെ മറ്റേ ടൊമാറ്റോ ചട്നിയും കൂടെ വേണം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആള് വേറൊരു വെറൈറ്റി ഒരു സാധനം തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെയാണ്. ഫിൽട്ടർ കോഫി കുടിക്കുവാണോ ആദ്യം? ബ്രൗൺ ഷുഗർ എങ്ങനെയുണ്ട്? സെയിം ആണോ? വ്യത്യാസമൊന്നുമില്ല. ആരാ പറഞ്ഞ? നിന്റെ ടീമാണോ? സെലിബ്രിറ്റിയോ? ആരാ സെലിബ്രിറ്റി? സെലിബ്രിറ്റി ഡോട്ടർ. ഓക്കെ, നമുക്ക് ചായ കുടിക്കാം. ഇതാണ് ഗൈസ് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ വെള്ളം എടുക്കുന്ന സാധനം ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ? എയർപോർട്ടിലോ? എയർപോർട്ടിലാ ഇതുപോലെയൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ഇതുപോലത്തെ അല്ല, വേറെന്താ ഇതേപോലെ വേറെന്തോ ആണ്. ആണോ? നമ്മള് ചായയൊക്കെ കുടിച്ചു. ചായ അല്ല, കോഫി കുടിച്ചു. ഇന്നത്തെ പരിപാടി എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി കുറച്ച് പരിപാടി കൂടെ ഉണ്ട്. എന്താ? കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒന്ന് സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റ്. അതെ, കുറച്ച് സാധനങ്ങൾ, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ഇവർക്ക് വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. സോ അതും കൂടെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്യും. അപ്പം എന്തായാലും അത് നമ്മൾ കാണിക്കുന്നില്ലല്ലോ. ഇല്ല, ഇന്ന് ഇനിയിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. 6:20 ഇത് കഴിഞ്ഞ് ഇനി സാധനമൊക്കെ വാങ്ങി വരുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവും. അതെ, തോന്നുന്നു അല്ലേ? ഇന്ന് ജിമ്മിൽ പോക്ക് എന്തായാലും നടക്കൂല. എന്നാലും നമ്മളിനി സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാം. അപ്പോൾ നാളെ നമുക്ക് നാളെ ജിമ്മില്ല. ജിമ്മ് ഹോളിഡേ ആണ്. സോ നാളെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. സോ നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറേ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. വെറുതെ നിങ്ങൾക്ക് ബോറാവും അത് കണ്ടിട്ട് അല്ലേ? നമ്മൾ ടയേർഡായി വീഡിയോ ഒക്കെ എടുത്ത്. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. അതെ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഓൾസോ നമ്മൾ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അല്ല, നിങ്ങൾക്ക് എന്തൊക്കെ വേറെ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം. അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാം. ഇവിടെ എല്ലാവരും നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇവരെന്തിനാ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്? സോ അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ട് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.